നാട് മുഴുവൻ കറങ്ങി നടന്ന ഒടുവിൽ കൂട്ടിൽ കയറി. കേണിച്ചിറയിൽ 3 ദിവസത്തിനിടെ 4 പശുക്കളെ കൊന്ന കടുവയാണ് കെണിയിലായത്. ശനിയാഴ്ച രാത്രി പശുവിനെ വേട്ടയാടിയ കിഴക്കേൽ സാബുവിന്റെ വീടിനടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വനം വകുപ്പിന്റെ ഡാറ്റാബേസിൽ തോൽപ്പെട്ടി 17 എന്ന ഐഡിയുള്ള 10 വയസ്സുകാരൻ ആൺകടുവയാണിത്. പ്രാഥമിക പരിശോധനയിൽ കടുവയുടെ മുൻകാൽ നിലത്തുകുത്താനാകാത്ത അവസ്ഥയുണ്ട്. പല്ലുകളും നഷ്ടമായിട്ടുണ്ട്. ദേഹത്തും ചെറിയ പരിക്കുകളുണ്ട്. കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് പരിക്കുകളെന്നാണ് നിഗമനം. ഇതാണ് കാട്ടിൽ ഇര തേടാനാകാതെ കടുവ നാട്ടിലിറങ്ങാൻ കാരണമായത്. വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ തീരുമാനിക്കുക. കൃത്യമായിട്ട് എല്ലാ വീടുകളിലും നിർദ്ദേശം കൊടുത്തിരുന്നു. ഇത് ലൈറ്റ് ഇടണം എന്നുള്ള കാര്യങ്ങൾ കാവലുണ്ടായിരുന്നു. ഈ വീട്ടിലും നമുക്ക് സ്റ്റാഫ് കൂടെ കാവലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വേറെ എവിടെയും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അവസാനം രക്ഷയില്ലാത്തതുകൊണ്ട് നേരത്തെ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് വന്ന് വീഴാനുള്ളൊരു ചാൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനൊന്ന് കൃത്യം 10:50 തന്നെ കടുവ കൂട്ടിലാവുകയും നമുക്ക് ഏതാണ്ട് ലിഫ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസം ഉറക്കം കെടുത്തിയ കടുവ കൂട്ടിലായതിന്റെ ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ. 3-4 ദിവസമായി ചെറിയ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു ഭീതിക്ക് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ കൂട്ടിലാകുന്നതിന് മുൻപും കടുവ ജനവാസ മേഖലയിലെത്തിയിരുന്നു. പുലർച്ചെ 2 പശുക്കളെ വേട്ടയാടിയ മാളിയേക്കൽ ബെന്നിയുടെ തൊഴുത്തിലെത്തിയ കടുവ ആട്ടിൻകൂട് തകർക്കാനും ശ്രമിച്ചു. 2 മണിക്കൂറിന് ശേഷമാണ് 1/2 കിലോമീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ കുടുങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.